അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നൊരു വെറൈറ്റി സംഭവം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എന്നും നമ്മൾ ബിരിയാണി, മന്തി, ചിക്കൻ കൊണ്ടുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെയല്ലേ കാണിക്കാറ്. അപ്പോൾ ഇന്നൊരു നാടൻ പലഹാരം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ബ്രെഡ് വെച്ചിട്ട് ചിക്കനൊക്കെ നിറച്ച് ഷവർമ്മ അങ്ങനെയൊക്കെയല്ലേ ഉണ്ടാക്കാറ്. അപ്പോൾ ഇന്ന് വിചാരിച്ചു നല്ലൊരു ചായയുടെ കടി, 4 മണിക്കുള്ള ചായയുടെ കടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകട്ടെ. നമ്മുടെ ഗോതമ്പുണ്ട, അതായത് നമ്മൾ റേഷൻ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഗോതമ്പുണ്ടല്ലോ, ആ ഗോതമ്പ് വെച്ചിട്ട് നമ്മളൊന്നൊരു ഉണ്ടാക്കാൻ പോവുകയാണ്. അടിപൊളി ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. എന്നിട്ട് കണ്ടിട്ട് നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് എൻ്റെ വീഡിയോയുടെ ഏതെങ്കിലും ഒരു വീഡിയോയുടെ താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വീട്ടിൽ കപ്പലണ്ടി, പച്ചക്കപ്പലണ്ടി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ കപ്പലണ്ടി ഞാൻ ആദ്യം ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളൊരു പച്ചക്കപ്പലണ്ടി ഇല്ലയെന്നുണ്ടെങ്കിൽ വിഷമിക്കൊന്നും വേണ്ട, സാധാരണ വറുത്ത കപ്പലണ്ടി മേടിച്ചാലും മതി കേട്ടോ. നമ്മളിപ്പോൾ നമ്മുടെ കയ്യിൽ പച്ചക്കപ്പലണ്ടി ഉള്ളത് കൊണ്ടാണ് നമ്മളത് വറുത്തെടുത്തത്, വേറെ മേടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. ഇനി ഇതാ നമ്മുടെ ഗോതമ്പ് ഇതാ പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. ഞാനൊരു നാവൂരി ഗോതമ്പ് എടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ നാഴി ഉണ്ടല്ലോ, നമ്മൾ അരി കളക്കണ നാഴി, അതിലൊരു നാഴി നിറച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഒരു പകുതിയോളം എടുത്തിട്ടുണ്ട് കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഉണ്ട ഇവിടെ നല്ല ചിലവാകും. എന്താ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഉണ്ട, അവരെപ്പോഴും ഇങ്ങനെ എടുത്ത് കഴിക്കും. പിന്നെ ഇത് വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നാശമാവുമോ എന്നുള്ള പേടിയൊന്നും വേണ്ട, നാശമാവില്ല, ഒരു കുഴപ്പമുണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാനതിന് പറക്കി കളയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഗോതമ്പിൽ ഒരു വടിക്കഷ്ണമൊക്കെ ഉണ്ടാവുമല്ലോ, ഗോതമ്പിൻ്റെ മറ്റേ ഒരു ചെറിയൊരു വടിക്കഷ്ണമൊക്കെ കണ്ടിട്ടില്ലേ, അതൊക്കെ ഉണ്ടാവും. അപ്പോൾ കാണുമ്പോൾ അതൊക്കെ ഒന്ന് പറക്കി കളഞ്ഞതാട്ടോ. അപ്പോൾ ഇതാ ഗോതമ്പ് നന്നായിട്ട് വറുത്തിട്ടുണ്ട്. നമ്മൾ അരിമണിയൊക്കെ വറക്കണ പോലെ തന്നെ കേട്ടോ. ഗോതമ്പ് വറുത്ത് വരുമ്പോൾ ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ കിടന്ന് പൊട്ടണ സൗണ്ട് കേൾക്കും. അപ്പോൾ എല്ലാ ഗോതമ്പും പൊട്ടിക്കഴിഞ്ഞ് ഗോതമ്പിൻ്റെ കളറൊക്കെ ഒന്ന് മാറി നല്ല ഗോൾഡൻ കളറാവുമ്പോൾ നമ്മൾ എടുത്ത് ചട്ടിയിൽ നിന്ന് മാറ്റിയിടുക കേട്ടോ. എന്നിട്ട് നമുക്കൊന്ന് ചൂടാറാനായിട്ട് വെക്കാം. അപ്പോഴത്തേനും ഞാൻ കപ്പലണ്ടിയുടെ തൊലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് തേങ്ങയാണ്. അപ്പോൾ തേങ്ങ ഞാൻ മുന്നേ ചിരകിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് 1.5 മുറി തേങ്ങ എടുത്തിട്ടുണ്ടാവും കേട്ടോ ഏകദേശം. അപ്പോൾ തേങ്ങയൊക്കെ അത്യാവശ്യത്തിന് എടുക്കുക കേട്ടോ. അത് ഒന്നിലും പിശുക്ക് കാണിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ സാധനങ്ങളൊക്കെ ഇത്തിരി അധികം ഇട്ടാൽ തന്നെയാണ് നമ്മുടെ ഈ ഉണ്ടയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പം ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് പൊടിച്ചെടുക്കണം. കുറേശ്ശെ ആയിട്ട് നമുക്കിത് പൊടിച്ചെടുക്കാം. 2-3 പ്രാവശ്യമായിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് ഫൈനായിട്ട് പൊടിയൊന്നും വേണ്ട, ഒരു തരിതരിപ്പോട് കൂടിയിട്ടുള്ള പൊടിയാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ മിക്സിയുടെ ജാറിലോ, ചെറിയ ജാറിലോ അല്ലെങ്കിൽ മറ്റേ ജാറിലോ ഏതിൽ വേണമെങ്കിലും ഇട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. ഒന്ന് വെറുതെ ഒന്ന് കറക്കിയാൽ മതി. ശരിക്കും പറയുകയാണെങ്കിൽ തരിതരിപ്പ് വേണം, നമുക്കിത് ചവയ്ക്കാൻ വേണം, വായിലിട്ടിട്ട് നന്നായിട്ട് ചവയ്ക്കാൻ കിട്ടണം, അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് അറിയുള്ളൂ. അപ്പോൾ ഇത് ഗോതമ്പല്ലേ, ചവയ്ക്കുമ്പോൾ പല്ല് വേദനിക്കില്ല എന്നൊന്നും വിചാരിക്കേണ്ട, പല്ലൊന്നും വേദനിക്കില്ല, നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും അത്. അപ്പോൾ അരി ഉണ്ടേനേക്കാളും ടേസ്റ്റാണ് കേട്ടോ ഗോതമ്പ് ഉണ്ട. അപ്പോൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം വീഡിയോ കണ്ടിട്ട്. അപ്പോൾ ഇതാ 2-3 വട്ടമായിട്ടോ ഞാൻ പൊടിച്ചെടുത്ത്, കുറേശ്ശെ ഇട്ടിട്ട് പൊടിക്കുക എന്നുള്ളത്. ഇനി അത് പൊടിച്ചു. ഇനി നമുക്കിതാ കപ്പലണ്ടി ഒന്ന് മിക്സറി ജാറിലിട്ടിട്ട് വെറുതെ ഒന്ന് കിറന്ന് വെച്ചിട്ട് ഒന്ന് കറക്കിയാൽ മതി കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ അധികം പൊടിഞ്ഞു പോകാൻ പാടില്ല, നമുക്കത് കടിക്കാൻ കിട്ടണം. അപ്പോൾ അതുകൊണ്ട് തന്നെ വെറുതെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ഇടുന്നത് ആവശ്യത്തിനുള്ള പഞ്ചസാര. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ പഞ്ചസാര വേണ്ടത്, അതായത് ശർക്കരയാണോ ഇഷ്ടമെങ്കിൽ ശർക്കര ചേർക്കാം. ഞാൻ പഞ്ചസാര പൊടിച്ചാൽ ചേർത്തേക്കണം കേട്ടോ. പഞ്ചസാര പൊടിച്ച് ചേർക്കുക, പഞ്ചസാര ചേർക്കണമെന്ന് വെച്ചെങ്കിൽ ഒന്ന് പൊടിച്ച് ചേർത്തു, അതാണ് നല്ലത്. പിന്നെ ശർക്കര ചേർക്കണമെന്ന് വെച്ചെങ്കിൽ ഒന്നിങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്താൽ മതി കേട്ടോ. പാവ് അല്ലെങ്കിൽ പിന്നെ ശർക്കര പാവ് ഉരുക്കിയിട്ട് നമ്മൾ പാവാക്കിയിട്ട് ഒഴിച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കിയാലും മതി, അങ്ങനെ ആയാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ശർക്കര ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ഇങ്ങനെ ചെയ്തത്. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഏലക്കാ പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. ഞാനത് അടുപ്പത്ത് ചായക്കുള്ള വെള്ളം വെച്ചതാണ്. അപ്പോൾ അതിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് നന്നായിട്ട് നമ്മൾ പുട്ടിനൊക്കെ പൊടി നനയ്ക്കില്ലേ, അതുപോലെ നനച്ച് കൊടുക്കുക. അത്യാവശ്യം വെള്ളം ചൂടുണ്ട് കേട്ടോ, നമുക്ക് കയ്യിൽ പിടിക്കുമ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു. സഹിക്കാവുന്ന ചൂടിൽ നമ്മൾ വേണം കുഴച്ചെടുക്കാൻ. അപ്പോൾ പുട്ടിനൊക്കെ പൊടി നനയ്ക്കുന്ന പോലെ എല്ലാ ഭാഗത്തേക്കും വെള്ളമാക്കിയിട്ട് എല്ലായിടത്തും നമുക്ക് ഉരുട്ടി കഴിഞ്ഞാൽ പിടിക്കാൻ കിട്ടണം, നമുക്ക് ഉണ്ട പിടിക്കാൻ കിട്ടണം, ആ ലെവലിൽ നമ്മൾ നനച്ചെടുക്കുക കേട്ടോ. അങ്ങനെ നമുക്കിത് ഇങ്ങനെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒന്നിച്ച് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് അളവറിയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നനച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ തേങ്ങയൊക്കെ ആവശ്യത്തിന് ഇട്ടോളൂ കേട്ടോ. നല്ലോണം തേങ്ങയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പിന്നെ എള്ളിടണമെങ്കിൽ എള്ളിടാം. പിന്നെ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇട്ട് കൊടുക്കട്ടെ. ചുക്കും പിന്നെ ഇഞ്ചിയും കൂടി, അല്ല ചുക്കും ഏലക്കായും കൂടി പൊടിച്ചിട്ട് അങ്ങനെ ചേർക്കാം.
അതൊക്കെ ചെയ്യാം. പക്ഷെ ഞാനതൊന്നും ചേർത്തിട്ടില്ല. അല്ലാതെ തന്നെ ഒന്നും ചേർക്കാതെ തന്നെ ഇങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കുമ്പോൾ തന്നെ സംഭവം കിടുവാണ്. അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇനി ഉണ്ടാക്കിയിട്ട് വേണം എൻ്റെ അടുത്ത് പറയാൻ വേണ്ടിയിട്ട്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നല്ല ടേസ്റ്റുള്ളത്. നമുക്കറിയാലോ ഒരുവിധമൊക്കെ നമുക്ക് ഉണ്ടാക്കുന്നത് കണ്ടറിയാലോ നല്ല ടേസ്റ്റ് ഉണ്ടാവുന്ന സംഭവമാണെന്നുള്ളത് നമുക്ക് ഓരോരുത്തർ ഉണ്ടാക്കുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ അത് നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ ഞാൻ എല്ലാ ഉണ്ടി ഇങ്ങനെ തന്നെ ഉരുട്ടട്ടെ കേട്ടോ. അടിപൊളിയായിട്ട് ഉരുട്ടട്ടെ. വേഗം ഉരുട്ടാനും പറ്റും കേട്ടോ. നമുക്കത് പൊടിഞ്ഞു പോവേ പിന്നെ ഉരുട്ടാൻ ബുദ്ധിമുട്ടോ അങ്ങനെയൊന്നുമില്ല. നമ്മൾ കപ്പലണ്ടി അങ്ങനെ തന്നെ ഇടാച്ചെങ്കിൽ ചിലപ്പോൾ ഉരുട്ടാൻ ഒന്ന് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ കപ്പലണ്ടി ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ടാൽ മതി കേട്ടോ. നന്നായി പൊടിക്കുകയും ചെയ്യരുത്. അപ്പോൾ നമുക്ക് കപ്പലണ്ടി കടിക്കാൻ കിട്ടില്ല. അപ്പോൾ ഒന്ന് ക്രഷ് ചെയ്തിട്ട് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് നന്നായിട്ട് ഉണ്ട പിടിക്കാം. ഉണ്ട അടിപൊളിയായിട്ട് ഉരുട്ടിയെടുക്കുക. ലഡുവിൻ്റെ വലുപ്പത്തിൽ ഉരുട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ സൂപ്പറായിട്ട് നമുക്കിതാ നമ്മുടെ ഗോതമ്പ് ലഡു അടിപൊളിയായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. സൂപ്പറാണ് കേട്ടോ. കണ്ടോ, ഇത്രയും ഉണ്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യുക, നമ്മുടെ അയൽവക്കത്തുള്ള ശില്പിക്ക് കൊണ്ടു കൊടുക്കാം. നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ എങ്ങനെയാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്ത് കഴിക്കണം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ സംഭവങ്ങൾ അവർക്ക് കൊടുക്കുമ്പോൾ അവർ നല്ല ടേസ്റ്റ് ഉണ്ട് പറയുമ്പോൾ നമുക്കൊരു സമാധാനം, നമുക്കൊരു സന്തോഷം അതല്ലേ. അതുപോലെ തന്നെ അവൾ എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിലും എനിക്കും കൊടുന്നു തരാറുണ്ട് കേട്ടോ. എന്തെങ്കിലും സ്പെഷ്യലായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും കൊടുന്നു കൊടുക്കും, അല്ലെങ്കിൽ എനിക്ക് കൊടുന്നു തരും. അങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനവിടെ ചെന്നപ്പോൾ മുപ്പത്തിയേര് നല്ല പായസപ്പണിയിലായിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ സേമിയ പായസം വേണമെന്നുള്ള മോള് പറഞ്ഞു അത്രേ. അപ്പോൾ അവൾ കുറച്ച് പായസം ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ എനിക്കറിയില്ലായിരുന്നു പായസപ്പണിയാന്നുള്ളത്. ഞാനും ഉണ്ടിയും കൊണ്ട് ചെന്നപ്പോൾ അടുക്കളയിൽ നല്ല കാര്യമായിട്ട് പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു പായസം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു. ഉണ്ടാക്കൽ കഴിഞ്ഞേക്കണം. അപ്പോൾ ഇതാ കണ്ട അപ്പോൾ ഞാൻ അവളോട് പറയാണ് ഉണ്ടൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പറയട്ടെ. അപ്പോൾ അവൾ വിചാരം ഞാനിത് വറക്കണ സൗണ്ട് കേട്ടു അത്ര. പക്ഷേ അരി ഉണ്ട ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ ഞാൻ ഗോതമ്പ് ഉണ്ടേ പറഞ്ഞു. അപ്പോൾ ഇത് ഇതുവരെ കഴിച്ചിട്ടില്ല തോന്നുന്നുണ്ട്. കഴിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതാ നല്ല ടേസ്റ്റ് ഉണ്ട് ഗോതമ്പാന്ന് തോന്നുന്നില്ല, നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് പറയണത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇനി നമുക്ക് ആച്ചൂട്ടനും ഇഷമോൾക്കും കുഞ്ഞുവിനൊക്കെ കൊടുക്കണം. ഇഷമോളും ആച്ചൂട്ടനൊക്കെ ഇപ്പോൾ സ്കൂൾ വിട്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ വേഗം വന്നിട്ട് നേരെ വന്ന് ശില്പട പിടിക്കുകയാണ്. അപ്പോൾ ഞാൻ അത് കൊടുക്കാൻ വന്നപ്പോൾ ഇഷമോളനെ കണ്ടില്ല. അപ്പോൾ അതാ കുഞ്ഞു കുറച്ച് മുന്നേ 3:45 വരും കേട്ടോ. അവന് വന്നിട്ട് ഇതാ ഉണ്ട കഴിക്കണു. അവന് നല്ല ഇഷ്ടമായിട്ടാ. നല്ല രസമുണ്ട് പറഞ്ഞു, നല്ല സോഫ്റ്റ് ഉണ്ട് പറഞ്ഞു. പിന്നെ വല്ലാണ്ട് ഞാൻ ചോദിക്കുമ്പോൾ പറയാം നല്ല കട്ടിയിലായിരിക്കും, പൊട്ടിക്കാൻ കിട്ടണില്ല എന്നൊക്കെ പറയട്ടെ. അവൻ പിന്നെ അങ്ങനെയാണ് കേട്ടോ. പിന്നെ എൻ്റെ ആച്ചൂട്ടനാണെങ്കിൽ കറക്റ്റായിട്ട് കാര്യങ്ങൾ പറയും. ആച്ചൂട്ടൻ അവിടെ നിന്നിട്ട് ചിരിച്ചിട്ടിരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റുള്ള ഉണ്ടായിരുന്നു കേട്ടോ. പറയാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് എപ്പോഴും പറയണത്. അപ്പോൾ അത് ആച്ചൂട്ടനും കഴിക്കുന്നുണ്ട്, ഇഷമോളും കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇങ്ങനൊരു വീഡിയോ ആണ്. അപ്പോൾ നാളെ നല്ല വീഡിയോ ഒക്കെ ആയിട്ട് നാളെ വരാം. വീഡിയോ വ്ളോഗായിട്ടോ അതല്ലെങ്കിൽ നമ്മുടെ ഇതുപോലത്തെ റെസിപ്പി ആയിട്ടൊക്കെ നാളെ വരാം കേട്ടോ. അതിലേക്ക് എല്ലാവർക്കും ബായ്. കുട്ടികളൊന്നും ഇല്ല, കുട്ടികളൊക്കെ കരോള് കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അത് കാരണം അവരൊന്നും ഇല്ല കേട്ടോ. അതാണ് ബായ് പറയാൻ ആരും ഇല്ലാത്ത. അപ്പോൾ നാളെ നല്ല വീഡിയോ ആയിട്ട് നാളെ വരാം കേട്ടോ. അതിലേക്ക് എല്ലാവർക്കും ബായ്. അസ്സലാമു അലൈക്കും.